പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ മടിയിൽ ഇരുത്തുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ന്യൂനപക്ഷം ഭാരതത്തിൽ സുരക്ഷിതരാണ് എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസല്ലിയാർ പറഞ്ഞപ്പോൾ വി ഡി സതീശൻ പറയുന്നു അല്ലെന്ന്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നതായും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് ആർ രശ്മിക്ക് സ്വന്തം നാടായ കൊട്ടാരക്കരയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് ഭാരതത്തിൽ, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് ഭാരതത്തിൽ എന്ന് ഒരു വലിയ സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ പറയുമ്പോൾ വി ഡി സതീശന് സഹിക്കുന്നില്ല. വി ഡി സതീശൻ പറയുകയാണ്, അല്ലല്ല, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല, വിശിഷ്യ കേരളത്തിൽ തീരെ സുരക്ഷിതരല്ല. ഈ രാജ്യത്ത് വിഘടന വിഭജനവാദത്തിന്റെ വിത്തുപാകുന്ന ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നു എന്ന് അഫിഡവിറ്റ് കൊടുത്ത നേതാവാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ തെരുവിൽ അപഹസിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ മടിയിലിരുത്തിക്കൊണ്ട് മിസ്റ്റർ വി ഡി സതീശൻ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ മേഖലയിൽ നേരത്തെ പറഞ്ഞില്ലേ, തൃശ്ശൂരില്, ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ്. തൃശ്ശൂർ ജില്ലയില് തൃക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാൽമുട്ടിന് ശസ്ത്രക്രിയയ്ക്ക് പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ 2 കണ്ണുകളും നഷ്ടപ്പെടേണ്ട സാഹചര്യം ആ അമ്മ കേരളത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്നത് ഞാനും നിങ്ങളും കേട്ടു. ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ P1 ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരു കച്ചവടവും കേരളത്തിലില്ലായിരുന്നു. 2021 വരെ ഒരു കച്ചവടവും കേരളത്തിൽ ചെയ്യാത്ത P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ കയ്യിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഫണ്ട് വാങ്ങിയത് 4 കോടി രൂപയാണ്.